ഹായ് SPT ടോക്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം കാസർഗോഡ് 15-കാരി 42-കാരനുമായി ഒളിച്ചോടിയിട്ടുണ്ടായിരുന്നു. അത് ഒളിച്ചോടിയതാണോ അല്ല മറ്റു കാര്യങ്ങളാണോ എന്ന് അറിയില്ല. കാരണം അതിന്റെ സത്യാവസ്ഥ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പോലീസ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കേസ് ഫയൽ ചെയ്തിട്ട് 26 ദിവസത്തിന് ശേഷം അവർ രണ്ടുപേരുടെയും ബോഡി അവരുടെ വീട്ടിന്റെ സമീപത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കേസ് ഫയൽ ചെയ്ത സമയത്ത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേരള ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പോലീസ് കറക്റ്റായിട്ട് കേസ് അന്വേഷിക്കുന്നില്ല എന്നൊരു കാര്യമാണ്. എന്നാൽ കേരള ഹൈക്കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇതൊരു VVIPയുടെ കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമോ എന്നാണ് കേരള ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പോക്സോ പോലത്തെ കേസും ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതൊന്നും ചെയ്തിട്ടില്ല, എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നും കൂടി പോലീസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ കേരള ഹൈക്കോടതി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ നമ്മൾ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യം നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണം. ആ പെൺകുട്ടിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം കേരള ഹൈക്കോടതിയെ ബോധിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ ക്ലോസ് ചെയ്യുകയുള്ളൂ എന്നാണ് കോടതി പറഞ്ഞത്. യഥാർത്ഥത്തിൽ കോടതിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഒരു ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ചെയ്യേണ്ടത് ഈ ഒരു വ്യക്തിയെ ജീവനോടെയോ അല്ലാതെയോ കോടതിയെ മുമ്പിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇവരുടെ ബോഡി ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ കേരള ഹൈക്കോടതിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷേ കോടതി പറഞ്ഞിട്ടുള്ളത് അത് നടക്കില്ല. ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യം, അതായത് ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ ക്ലോസ് ചെയ്യുകയുള്ളൂ എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാനാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.